ഒരു പക്ഷേ ഈ രീതിയാവും നമ്മുടെ മക്കൾക്ക് മാർക്ക് കുറയാൻ കാരണം. നമ്മൾ മക്കൾക്ക് അവർക്ക് പഠിക്കാൻ വേണ്ട ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചു കൊടുക്കണം. അവരെ പഠിപ്പിൽ നിന്ന് തെറ്റിക്കുന്ന എൻവയോൺമെൻറ്റിൽ അവരെ ഇരുത്തരുത്. ശ്രദ്ധ വ്യതിചലിച്ചു പോകുന്ന ഒരു സൗണ്ടും അവർ കേൾക്കാൻ പാടില്ല. ടി വിയുടെയോ മൊബൈലിൻ്റെ റിംഗ് ടോണോ മറ്റൊരു സൗണ്ടും അവർ കേൾക്കുന്ന രീതിയിലാവരുത്. നമ്മൾ മാതാപിതാക്കൾ സംസാരിക്കുന്ന സംസാരം പോലും അവർ കേൾക്കാൻ പാടില്ല. മാതാപിതാക്കൾ പല ഇമ്പോർട്ടൻ്റായ കാര്യങ്ങൾ സംസാരിക്കും, അവരുടെ ശ്രദ്ധ അതുവഴി പോവും. അവരുടെ പഠിപ്പിൽ നിന്നും ആലോചന ഈ കാര്യങ്ങളിലേക്കായി മാറും. അവർക്ക് പഠിക്കേണ്ട എല്ലാ വസ്തുക്കളും അവരുടെ കയ്യെത്തും ദൂരത്ത് തന്നെ വേണം. അവരുടെ കയ്യെത്തും ദൂരത്ത് പഠനോപകരണങ്ങളല്ലാതെ മറ്റു വസ്തുക്കളും വെക്കാൻ പാടില്ല. ഒരു ബോട്ടിൽ വെള്ളം വെച്ച് അവർ പഠിക്കാനുള്ള എല്ലാ അന്തരീക്ഷവും നമ്മളവിടെ ഒരുക്കി കൊടുക്കണം. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യമുള്ളത്, ആവശ്യമുള്ള ഉറക്കത്തിന് സമയം നമ്മൾ അനുവദിച്ചു കൊടുക്കണം. ഒരിക്കലും ഓവർ നൈറ്റിൽ ഇരുന്ന് പഠിക്കാൻ നമ്മൾ പറയാൻ പാടില്ല. കഴിയുന്ന അത്രയും നേരത്തെ എണീറ്റ് നിന്ന് പഠിച്ചാലും വലിയ ദോഷമില്ല. ഓവർ നൈറ്റ് ഇരുന്ന് പഠിക്കാൻ നമ്മൾ ഫോഴ്സ് ചെയ്യാൻ പാടില്ല ഒരിക്കലും. പഠിപ്പിനാണെങ്കിൽ നമുക്കതിൽ ഉന്മേഷം കിട്ടണമെന്നുണ്ടെങ്കിൽ ആവശ്യമായ ശാരീരിക മാനസിക ഉല്ലാസങ്ങൾ കൂടിയേ തീരൂ.